നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കണുണ്ട്, കോവക്ക ഉപ്പേരി. വെള്ളത്തിൽ ഇട്ട് വെച്ചെടുക്കാം. ഞാൻ നാളെ മതിയല്ലോ വെച്ചിട്ട്. നാളെ മതിച്ചക്കാ. അതെ, വെള്ളത്തിൽ ഇട്ട് വെച്ചത്. ഇപ്പൊ എനിക്ക് സർപ്രൈസ് ആയത് ഞങ്ങളെ ഞെട്ടിക്കാൻ കരുതി ചെയ്തതാണ്. സോ പെട്രോളിന്റെ വില എങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒരു കാറൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ജീവിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ വന്നിട്ട് ദോശ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് രാവിലെ ഇറങ്ങി വന്നതാണ്. നോക്കണ സമയത്ത് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ. പുട്ടും പഴവും. ഇന്ന് എന്ത് പറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് പുട്ടും പഴമൊക്കെ ഉണ്ടാക്കാൻ? പഴം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്നാ കേടൊന്ന് പോകണ്ട വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത് വേഗം. ഇതാ പുട്ട് കുറേ ദിവസമായി. ഞാൻ ഇനിയിപ്പോൾ വരണ്ടേ, ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കണ്ടേ, ഇനിയിപ്പോൾ ചട്ടി വെക്കണം, ചൂടാക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരുന്നിട്ട് വരികയാണ്. പപ്പടം ഉണ്ട് മതി. പുട്ടിന് പപ്പടം പഴം തന്നെയാണ്. അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് പുട്ട് എന്നൊക്കെ പറയണമെങ്കിൽ പുട്ട്, ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, ഏത് നാട്ടിൽ പോയാലും ഈ സാധനം കിട്ടുകയാണെങ്കിൽ അവർ തിന്നോളും. ദോഷം പറയരുതല്ലോ. പുട്ടും പപ്പടവും പഴവും നല്ല ഭയങ്കര ഭീകര കോമ്പിനേഷനാണ്. എന്താ ടേസ്റ്റ് എന്നറിയോ? ഉരുട്ടി ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം. അതിൻ്റെ സ്വാദ് ഉണ്ടല്ലോ വേറെ എവിടെയും കിട്ടൂല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഇനി നേരെ വർക്കിലേക്ക് തിരിയട്ടെ. അമ്മ അതാ അപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വർക്കുണ്ട്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. നിങ്ങൾ കാണുമ്പോൾ ചൊവ്വായിരിക്കും. ഇതിപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, കൂട്ടാൻ ഉണ്ടാക്കണ്ടേ എന്നാലോചിക്കുമ്പോൾ വേണ്ട. ഇന്നലെ കൊണ്ടുവന്ന മീൻ വറുത്തതുണ്ട്, മീൻ കൂട്ടാനുകൾ രണ്ടും ഉണ്ട്, അയിലക്കറിയുണ്ട്, പപ്പടമുണ്ട്, ഉണക്കമീൻ്റെ കറിയുണ്ട്. പോരെ, ഇപ്പോൾ വേറെ എന്തെങ്കിലും കറീൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഞാൻ ഫുൾ ടൈം വർക്ക് തന്നെ ആയിരിക്കും, വ്ളോഗിലും ആയിരിക്കും. മിസ്റ്റർ ഇരുന്നോണ്ടിരിക്കുക. ലേശം ഉണ്ടായിരുന്നു, അതൊക്കെ കാലിയാക്കിയപ്പോൾ സമാധാനം. അവിടെ ഉണ്ടോ ആ മഞ്ഞ മിസ്റ്റർ ഉണ്ടോ? മഞ്ഞ അത് കഴിഞ്ഞാ ആ ഉരുണ്ടും കൊണ്ടുള്ളത് നിങ്ങൾക്കല്ല ഇഷ്ടം. എനിക്കത് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് മഞ്ഞ ഇഷ്ടം. ആണ്ടിരാണോ? അപ്പുറത്തെ വീട്ടിലോ? പോലീസുകാരെ വീട്ടിലോ? അവിടെ കാറ് കാണാനില്ലേ? അവിടെ ഇല്ലേ? വാല് ഇട്ടിട്ടുണ്ടോ? കാറില്ല, ചിലപ്പോൾ അയാളെ കൊണ്ട് പുറത്ത് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ചെക്കൻ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. മലയാളുണ്ടാവില്ലേ? ആ മലയാളം കുട്ടി ഉണ്ടാവുമായിരിക്കും. അതിനെ കൊണ്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ടായിരിക്കും അവരവിടെ ഉള്ളത്. വേറെ ആരും ഉണ്ടാവില്ല. ആളിനി ഓളെ എഴുതിച്ചാണോ കുട്ടിയുടെ അടുത്ത് അവിടെ ഇരിക്കും കുറച്ചു നേരം, എന്നിട്ട് വരുള്ളൂ. ശരി. അമ്മ ഇടയ്ക്കിടയ്ക്ക് പോയിരിക്കുന്ന വീടാണ് ആ കാണുന്ന ബ്ലൂ. സംഭവം എന്താ രസം ചോദിക്കുകയാണെങ്കിൽ അവർക്ക് മലയാളം അറിയില്ല, അമ്മയ്ക്ക് തമിഴും അറിയില്ല. എന്നാലും മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിക്കും. ഏത് ഭാഷയിലാണെന്നോ എനിക്കറിയാൻ പാടില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. ഭാഷ എന്നൊരു തടസ്സമേ അല്ല എന്നുള്ളത് ഇവരുടെയൊക്കെ വർത്തമാനം കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അവർക്ക് അമ്മയെ വേണ്ടുള്ളൂ. അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫേവറേറ്റ് ആണ്. എങ്ങനെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മയ്ക്ക് ലെവലേശം അറിയില്ല തമിഴ്, പക്ഷെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് മനസ്സിലാക്കി എടുക്കും. അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. തിരിച്ച് പറയുന്നത് മലയാളത്തിൽ തന്നെ ആയിരിക്കും. അത് അവരും ഊഹിച്ച് മനസ്സിലാക്കി എടുക്കും. ഭയങ്കര രസമാണ്. സൂക്ഷിച്ച് പോകുന്നുണ്ട്. വടിയും കുത്തിയിട്ട് പോകണുണ്ട് കഴിഞ്ഞാൽ അല്ല പാമ്പോ ചേമ്പൊക്കെ ഉണ്ടോ നോക്കുന്നുണ്ടോ, തട്ടിയിട്ട് പോകുന്നുണ്ടോ. രാവിലെ തന്നെ നമ്മുടെ വർക്ക് നമ്മളൊന്ന് അയച്ചു കൊടുത്തു. 11:30 മണിയായി. ഫയൽ അയച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഒരു ഫ്രീ ടൈം ഉണ്ട്. ആ സമയത്ത് വേണം വ്ളോഗ് എടുക്കാൻ. മൈൻഡ് വേവ്സ് ചാനലിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറയണത് 1:38 വല്ലതും കഴിക്കണം. ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ എഡിറ്റിങ് നടത്താണ്ട്. അപ്പോൾ അത് ഫുഡ് കഴിച്ചതിന് ശേഷം ഇനി കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്യണത്. 1:45 ഇതുവരെയായിട്ട് അമ്മ വന്നിട്ടില്ല. അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാണ്. അവർ വിളിക്കാറുണ്ട് ഇടയ്ക്ക് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട്. വേണ്ടേ ആ ബ്ലൂ വീട്ടിൽ അവർ പോലീസുകാരനാണ്, അച്ഛനും മകനും. അച്ഛൻ റിട്ടയർഡായി, ഇപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ്. ഒരു സ്ട്രോക്കൊക്കെ വന്നിട്ട്. മകൻ പോലീസിൽ തന്നെയാണ്. അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട്. അവർക്ക് വലിയ കാര്യമാണ് അമ്മേനെ, അമ്മയ്ക്കും വലിയ കാര്യമാണ് അവരെ. എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ച് ഇവിടെ കോവക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കേണ്ട അവസ്ഥയാണ്. 1:45 ഇതിൻ്റെ അടുത്ത് പറഞ്ഞ ഓർമ്മ എനിക്ക് സത്യം പറഞ്ഞില്ല. ഇവിടെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കില്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? ഏതായാലും അമ്മ വന്നിട്ടില്ലല്ലോ. വരുമ്പോഴേക്ക് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം, സാധനം ഉണ്ടാക്കി വെക്കാം. വലിയ സമയമൊന്നും ആവില്ലല്ലോ, ഒരു 3/4 മണിക്കൂറിനുള്ളിൽ സാധനം വേവില്ലേ. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കോവയ്ക്കുപ്പേരി ഉണ്ടാക്കണത്. എണ്ണ കടുകിടും, ഇതിനകത്തോട്ട് ഈ സാധനം ഇടും, കുറച്ച് മസാല ഇടും, പരിപാടി കഴിഞ്ഞു. വെരി സിമ്പിൾ. ഇതിനകത്തോട്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ടിട്ട് ഒക്കെപ്പാടെ ലോഡ് ചെയ്ത്
ഒരു പരിപാടിയില്ല. സിമ്പിൾ, ഈസി. ഇനി നമുക്ക് ഉപ്പേരിയിലേക്ക് മുളക്, മസാല സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇപ്പം ഇതാ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഉപ്പേരി. നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കണുണ്ട്. കോവക്ക ഉപ്പേരി. വെള്ളത്തിൽ ഇട്ട് വെച്ചെടുക്കാം. ഞാൻ നാളെ മതിയല്ലോ വെച്ചിട്ട്. നാളെ മതിച്ചിട്ടാ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചത്. ഇപ്പൊ എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ഞാൻ ഞെട്ടിക്കാൻ ചെയ്തതാണ്. ഞാൻ നുറുക്കി വെള്ളത്തിൽ ഇട്ടേ ഉള്ളൂ. ഞാൻ കയ്യിൽ എടുത്തിട്ട് ഉപ്പേരി വെച്ചു. ആയിക്കോട്ടെ, ഇനിയിപ്പോ ഉപ്പേരി വെച്ചോ. ഇത് നാളേക്ക് ഉണ്ടാക്കാൻ വെച്ചിരിക്കണ സാധനം അത്ര ഈ ഉപ്പേരി. ഞാനത് അറിയാൻ പാടില്ല. ഞാൻ ഉണ്ടാക്കി അവിടെ കഴുകി വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി ഇപ്പൊ ഉണ്ടാക്കാനാവുന്നല്ലേ കരുതുക. കുഴപ്പമൊന്നുമില്ല, സംഭവം റെഡിയായി. ഇനി ഒന്ന് വരട്ടി കിട്ടിയാൽ മതി, ഒന്നൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി, പരിപാടി കഴിഞ്ഞു. ദോഷം പറയരുതല്ലോ. ചക്ക നല്ല മധുരമുള്ള ചക്ക കേട്ടോ, നല്ല മധുരമുള്ള ചക്ക, നല്ല സ്വീറ്റാ. ഒരെണ്ണം കഴിച്ചാൽ മതി. ഒരു ടീസ്പൂൺ പഞ്ചസാര കഴിച്ചതിന് സംഭവമാണ്, അത്ര മധുരമുണ്ട്. കോവയ്ക്ക ഉപ്പേരി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ലഞ്ചിന് സ്വാഭാവികമായിട്ടും നമ്മൾ റൈസ് ആകുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുള്ളൂ. ഒരു 2-3 ദോശ കഴിച്ചെങ്കിലേ വയറ് ഫുള്ളാവുള്ളൂ. ചില ദിവസം അങ്ങനെ കുറച്ച് ടയർഡ്നെസ് തോന്നും, അപ്പോൾ കുറച്ച് കഴിക്കണം. റൈസ് ആണെങ്കിൽ അധികം കഴിക്കാനും പറ്റില്ല. അതിനുള്ള സൊല്യൂഷനാണ് ചെറുപയർ ദോശ. പിന്നെ നമ്മുടെ അടുത്ത് സാമ്പാറുണ്ട്, ഉണക്കമീൻ കറിയുണ്ട്. എനിവേ 2:30 ഇനിയെങ്കിലും കഴിക്കാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ ശരിയാവില്ല, വിശക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഇടയ്ക്ക് കണ്ട ഒരു വാർത്തയായിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയെന്നറിയില്ല. മലയാളത്തിൽ സാധാരണ വണ്ടിക്കാർ എല്ലാവരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോക്കി, 107 രൂപയാണ് 1 ലിറ്റർ പെട്രോളിൻ്റെ വില ഇപ്പോൾ. ഈ സാധനം ഒരു 4-5 വർഷം മുമ്പ്, ഒരു 8 വർഷം പഠിക്കാം, 75-80 രൂപ മാത്രമായിരുന്നു 1 ലിറ്ററിനുണ്ടായിരുന്നത്. അവിടുന്ന് ഒരു 10-20-25 രൂപ അങ്ങ് മുകളിലേക്ക് പോയി. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബാത്റൂമിൽ കുളിക്കുന്ന ഒരു കപ്പിൽ കിട്ടുന്നതിൻ്റെ വിലയാണ് ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് ഓടുന്നതോ ഓരോ വണ്ടിയിൽ എഥനോളാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഥനോളും മുഴുവൻ വേസ്റ്റാണ്. അതുകൊണ്ടൊന്നും മര്യാദയ്ക്ക് കത്താൻ പോകുന്നില്ല വണ്ടി. അതിന് പെട്രോൾ തന്നെ വേണം. സോ പെട്രോളിൻ്റെ വില ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒരു കാറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ജീവിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര രൂപയുടെ പെട്രോൾ അടിക്കേണ്ട ഒരു മാസം? ഇതൊക്കെ ഇലക്ട്രിക് കാർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രപ്പണിയാണോ എന്നാണ് ഇപ്പോൾ എനിക്ക് ഡൗട്ട്. ഇലക്ട്രിക് കാറാണല്ലോ ഇപ്പോൾ പ്ലാന്. എന്നാൽ ഈ ഗവൺമെൻറ് ഈ കണ്ട ടാക്സൊക്കെ ഒന്ന് ഒഴിവാക്കി തന്നാൽ തന്നെ ഒരുപാട് ആശ്വാസം ഈ ജനങ്ങൾക്ക് കിട്ടും. ഈ സാധനം അല്ലാണ്ട് കഴിച്ചാൽ ഗ്യാസ് കയറുന്നു. അതൊന്നുമില്ല, അതിനൊന്നും അത്രയ്ക്കൊന്നുമില്ല. ചക്കയുടെ മാതിരി തന്നെ ഗുരുവിന് അധികമൊന്നും പറയില്ല. അതിന് ആ മരുന്ന് കഴിച്ചാൽ മതിയല്ലോ. ആ കുപ്പിയിലെ മരുന്ന് തൊണ്ടയിൽ വരുമ്പോൾ. ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കണോ നിങ്ങൾക്ക്? അധികമൊന്നും ഉണ്ടാക്കണ്ടല്ലോ, 6 എണ്ണം പോരെ. ഒരൊറ്റ ഗ്ലാസ് എടുത്താൽ പോരെ പൊടി. ആകെ 2 പേരേ ഉള്ളൂ. നിങ്ങൾക്ക് 3 എണ്ണം, എനിക്ക് ഒരു 4 എണ്ണം, ഒരു 7 എണ്ണം മതി. ഒരു 1.5-2 ഗ്ലാസ് ചപ്പാത്തി പൊടി എടുത്തിട്ടുണ്ട്. ഒരു 8% എന്തായാലും ഇതിൽ നിന്ന് കിട്ടുന്ന ഉറപ്പാണ്. ഇത് നമുക്ക് എടുത്തിട്ട് മുറിച്ചാലോ? പപ്പായ ഇത് തോലെത്തി ഞാൻ തിന്നാൻ പോവാ. ഇത് നിങ്ങളെ കത്തിക്കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ ഇരിക്കേണ്ടി വരും. മറ്റേ ആ സാധനം വായിക്ക് അങ്ങനെ ഷേവ് ചെയ്തെടുക്കണ പോലെയാണെങ്കിൽ വളരെ എളുപ്പമാണ് പരിപാടി. ചപ്പാത്തി ഉരുട്ടലും പരത്തലൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ ഇതാ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അത്യാവശ്യം പൊടിയൊക്കെ വേണം. ഉണ്ടോ പൊടിയൊക്കെ? അതായത് ഈ പെയിൻറ്റിങ് പണിക്കാരും ചപ്പാത്തി ഉണ്ടാക്കുന്നവരുടെയും മേത്ത് അതിൻ്റെ ബാക്കി കുറച്ച് കാണണം. അപ്പോഴേ പണിയെടുത്തു എന്ന് തോന്നുള്ളൂ. പെയിൻറ്റ് പണിക്കാരെ കണ്ടില്ലേ, മേത്തും ഡ്രസ്സിലൊക്കെ കുറച്ച് പെയിൻറ്റ്. നമ്മൾ അധ്വാനിച്ചെന്ന് തോന്നണമെങ്കിൽ ഈ 2 പണിയെടുത്താൽ മതി. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇതേൻ്റെ ഒരു 10-12 ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7 മണിയായിട്ടുള്ളൂ. ചപ്പാത്തി ആയതുകൊണ്ട് പെട്ടെന്നൊന്നും വിശക്കില്ല. പൊറോട്ട പോലെ അവിടെ കടന്നോളൂ. വിചാരിച്ച പോലെ ഒന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വലിയ ബലമൊന്നുമില്ല, ഈസിയായിട്ട് തിന്നാൻ പറ്റും. ഇവിടെ വെളിച്ചം കുറവാണ്, കണ്ടില്ലേ? ഈ സൈഡൊക്കെ മൊത്തം ഒരുമാതിരി ഇരുട്ടൊക്കെ ആയിട്ട് പാണ്ടും ചൂട്ടൊക്കെയാണ്. ഹെവി ലൈറ്റ് വെച്ചാൽ അതൊരു പ്രശ്നമാവും. കാണുന്നുണ്ടോ ശരിക്ക്? നിങ്ങൾക്കല്ല, വീഡിയോ കാണുന്നവർക്ക്. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, സൗണ്ടിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, കൊള്ളാവോ, ഏതൊക്കെ സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത്? നിങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഒരു ചാനൽ വലുതാവുള്ളൂ, വളർന്ന് വലുതാവുള്ളൂ. നമ്മളിപ്പോഴും 2300 അത്രയും അംഗങ്ങളുള്ള ഒരു ഫാമിലി ആയിട്ട് ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. നമുക്ക് എത്തണ്ടേ? 2-3 ലക്ഷമൊക്കെ ഉള്ള ഒരു ചാനലാക്കിയിട്ട് മാറണ്ടേ നമുക്കിതിനെ?
അപ്പോൾ നിങ്ങളുടെ കമൻസ്, ലൈക്ക് എന്നൊക്കെ പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ചാനലിൻ്റെ വളർച്ചയ്ക്ക്. ദയവ് ചെയ്ത് നിങ്ങൾ ഒരു ഹായ് എന്നെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്രയും അത് യൂട്യൂബ് മനസ്സിലാക്കുന്നത് എന്താണ്, കൊള്ളാവുന്ന വീഡിയോ ആണ്, 4 പേർക്ക് കാണിക്കുന്നത് തെറ്റില്ല എന്ന് യൂട്യൂബ് ചിന്തിക്കും. അങ്ങനെ ഡിന്നർ ചപ്പാത്തിയൊക്കെ കഴിച്ചു. ഇതേപ്പം നമ്മുടെ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. എഡിറ്റിംഗ് ചെയ്യണം, ഈ വ്ളോഗ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.